ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കുരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു അൺബോക്സിംഗ് ആണ്. VingaJoy എന്ന് പറയുന്ന ഒരു വയർലെസ് ഹെഡ്സെറ്റാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ VT-3513 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ. സോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 750 രൂപയാണ്. ഇത് വെർത്താണോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് അൺബോക്സ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിൻ്റെ മുമ്പേ നമുക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബില്ലേക്കുള്ള ഓളൊന്നും കൂടെ ഓപ്ഷൻ കൊണ്ട് എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ അൺബോക്സിലേക്ക് പോകാം. അൺബോക്സ് എന്ന് പറയുമ്പം നമുക്കാണെങ്കിൽ ഇതിൻ്റെ പാക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് വരുന്ന ബോക്സ് നോക്കുകയാണെങ്കിൽ ഒരു 750 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന നല്ലൊരു ബോക്സ് തന്നെയാണ്. കാരണം ഇത്രയും രൂപയ്ക്ക് ഇത്രയും നല്ലൊരു ബോക്സിൽ അവർ നല്ലോണം പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോക്സ് നോക്കുകയാണെങ്കിൽ പുറത്ത് VT-3513 എന്ന് പറയുന്ന വേർഷൻ്റെ പേര് അവർ കൊടുത്തിട്ടുണ്ട്, VingaJoy. സോ അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു കേസ് കിട്ടിയിട്ടുണ്ട്. സോ അത് വലിയ കാര്യമാണ്. കാരണം 750 രൂപയ്ക്ക് നമുക്ക് വയർലെസ് ഇയർ സെറ്റും അതേപോലെ തന്നെ നമുക്ക് കേസും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവർ എഴുതിയിരിക്കുന്ന വേറെ സൈഡിൽ എഴുതിയിരിക്കുന്ന സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. ഈ സൈഡിൽ പിന്നെ വേറൊരു കാര്യം കുറച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്, പെർഫെക്റ്റ് ഫിറ്റ് ഫോർ ആൾ ഇയേഴ്സ് എന്നും അതേപോലെ തന്നെ റീചാർജബിൾ ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്, ഹൈ ക്വാളിറ്റി വിത്ത് റിച്ച് സൗണ്ട് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ടാങ്കിൾ ഫ്രീ റൗണ്ട് കേബിൾ. സോ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അകത്ത് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും നമുക്കൊരു കേസ് കിട്ടുന്നുണ്ട് അകത്ത്. അതാണിപ്പോൾ നമുക്ക് കിട്ടിയ കേസ്. സോ ഈ കേസ് നല്ലൊരു കിടിലം ക്വാളിറ്റി തന്നെയാണ്. നല്ലൊരു കളർ കൊടുത്തിട്ടുണ്ട്, നീല കളറിൽ. നടുക്ക് അവർ ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്, VingaJoy എന്ന് കൊടുത്തിട്ടുണ്ട്. സോ കേസ് നല്ല ടഫാണ്. ഞാൻ അകത്ത് നമുക്ക് തുറക്കുമ്പോൾ വേറെ ഒന്നും കിട്ടുന്നില്ല, വേറെ ഇതൊരു കേസും ആ ഹെഡ്സെറ്റ് മാത്രമേ കിട്ടുന്നു. ഞാൻ വിചാരിച്ചപ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. സോ സ്പെസിഫിക്കേഷനിൽ അവർ എക്സ്ട്രാ എന്താ പറയുക കാർഡോ ഇൻസ്ട്രക്ഷനോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. എല്ലാം ആ ബോക്സിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, അവരിത് വരുന്ന ബോക്സ്. ഇതിൻ്റെ അകത്ത് നമുക്ക് തുറക്കുമ്പം കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു USB-യുടെ സാധാ കിട്ടുന്നുണ്ട്, ചാർജറിൻ്റെ കേബിൾ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ 2 ഇയർ കപ്സും കിട്ടുന്നുണ്ട്. സോ എക്സ്ട്രാ 2 ഇയർ കപ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോരുത്തരുടെ ചെവിയിൽ അനുസരിച്ച് വെക്കാൻ പറ്റുന്ന 2 എക്സ്ട്രാ ഇയർ കപ്സ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഹെഡ്സെറ്റിനെ പറ്റി നോക്കാം. സോ വയർലെസ് ഹെഡ്സെറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു കിടിലം ഹെഡ്സെറ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഈ റേഞ്ചിൽ ഇത്രയും ക്വാളിറ്റിയൊക്കെ മതി, എനിക്ക് തോന്നുന്നത് ഇത്രയും ക്വാളിറ്റിയൊക്കെ മതിയായിരിക്കും. ബട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രശ്നം തോന്നിയെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ബട്ടൺസൊക്കെ കാണാൻ പറ്റും. സോ ഈ ബട്ടൺസിലൊക്കെ ഓരോ കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബട്ടൺസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിലേ ആകുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇപ്പം പോസ് ചെയ്യുമ്പോൾ ഒരു കുറച്ച് ഡിലേ, ഒരു സെക്കൻഡിന് 2 സെക്കൻഡിൻ്റെ ഡിലേ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അല്ലാതെ വേറെ കണക്ഷൻ്റെ ഡിലേയോ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞില്ല, പെർഫെക്റ്റ് ആണ്. എല്ലാം സൗണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടും. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്വിച്ചസിനെ പറ്റി നോക്കാം. സെൻറ്ററിൽ വരുന്നതെന്ന് വെച്ചാൽ പവർ ഓഫും പവർ ഓണും അതേപോലെ തന്നെ പോസും പ്ലേയും ആണ്. അതുപോലെ തന്നെ 2 സൈഡിലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് അറിയാം, ഓളിയം ഡൗണും ഓളിയം അപ്പും ആണ്. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഓളി ഇൻക്രീസ് ആവൂ, അതേപോലെ തന്നെ ഓളിയം ഡിക്രീസ് ആവൂ. അല്ലാതെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് സോങ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ മൈക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള മൈക്ക് തന്നെയാണ്. ഭയങ്കര ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ചാർജിങ്ങിൻ്റെ പോർട്ട് അവിടെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒയറിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സാധാ ലോക്കൽ പോലെയല്ല, കുറച്ച് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതെനിക്ക് ഞാൻ ഉപയോഗിച്ചപ്പോൾ ഫീൽ ചെയ്തു. കാരണം പെട്ടെന്നൊന്നും അങ്ങനെ ഒരു കാര്യങ്ങൾ പറ്റില്ല. ഇത് ടാങ്കിളൊന്നും ആവില്ല, പെട്ടെന്ന് ഇങ്ങനെ ചുറ്റി കിടക്കുകയോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നുമില്ല. അടുത്ത് നമുക്ക് ഇതിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് മാഗ്നറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇട്ടിട്ട് സാധാ എല്ലാ ഇയർബഡ്സിലും നമ്മുടെ എല്ലാ ഇയർഫോൺസിലും വരുന്ന പോലെ തന്നെ ഇതിൽ മാഗ്നറ്റ് വരുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം എവിടെയെങ്കിലും നമ്മൾ ഇട്ടിട്ട് പോകുമ്പം രണ്ടും അങ്ങനെ വ്യത്യാസമായിട്ട് മാറി കിടക്കുകയൊന്നുമില്ല, നമുക്കിത് നല്ല മാഗ്നറ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇയർ കംഫർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു കംഫർട്ട് തന്നെയാണ്, വേറെ ഒരു കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് വഴുതുന്നുണ്ട്, കാരണം അതിൻ്റെ ചെവിയിലെ പ്രശ്നമായിരിക്കും. അത് ഓരോരുത്തരുടെ ചെവിയിലനുസരിച്ചുള്ള ബഡ്സൊക്കെ ഇയർ കപ്സ് ഇട്ട് നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ലൊരു ഗ്ലോയിങ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സോ അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഈ 750 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു നല്ലത് തന്നെയാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കേസ് കിട്ടുന്നുണ്ട്. എവിടെയെങ്കിലും നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതിലിട്ട് കൊണ്ടുപോയാൽ വേറെ ഒരു പ്രശ്നമൊന്നും ഫീൽ ചെയ്യില്ല. ബട്ട് എനിക്ക് അടുത്തൊരു പറയാനുള്ള ഒരു കാര്യം, എനിക്ക് ഇതിൽ എന്തൊരു ഡിസ്അഡ്വാൻറ്റേജ് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലവർ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടില്ല, റൈറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടില്ല. സോ അതെന്താണെന്ന് എനിക്കറിയില്ല. അത് നമുക്ക് ഈസി ടു യൂസിനായിരിക്കും, കാരണം 2 സൈഡിലിട്ടാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അതുകൊണ്ടായിരിക്കും അവർ ഇൻഡിക്കേഷൻ കൊടുക്കാത്ത, റൈറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടില്ല. അതുവരെ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഇട്ട് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. സോ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അല്ലാതെ ബാക്കി ഒരു കാര്യമില്ല, വേറെ ഒരു കുഴപ്പമില്ല എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതിൽ നമുക്ക് കിട്ടുന്ന 4 മണിക്കൂറാണ് നമ്മുടെ, അല്ലാതെ നമ്മളിപ്പോൾ പാട്ട് മാത്രം കേൾക്കണമെങ്കിൽ 4 മണിക്കൂർ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലാതെ ടോക്ക് ടൈം ആണെങ്കിൽ 5 hours, സ്റ്റാൻഡ് ബൈ ആണെങ്കിൽ 112 hours എന്നാണ് കമ്പനി പറയുന്നത്. സോ അല്ലാതെ വേറെ ഒരു പ്രശ്നം ഇതിനെപ്പറ്റി പറയില്ല. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റിലുള്ള ഒരു വയർലെസ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് തന്നെയാണ്.
സോ അപ്പോൾ ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് പറ്റുവാണെങ്കിൽ ഞാൻ താഴ്ത്തിരിക്കുന്നത് ഇത് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതേപോലത്തെ അൺബോക്സിങ് വീഡിയോനും ടെക് പ്ലസ് എവിടെയും കണ്ടതിന് വേണ്ടി നിങ്ങൾ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ നിങ്ങളുടെ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നമുക്കൊരു പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.